ബ്ലാക്ക് റോസ് എന്നറിയപ്പെടുന്നത് നല്ല ഡാർക്ക് റെഡ് കളർ കലർന്ന ബ്ലാക്ക് റോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതേപോലെ തന്നെ ഇതാണ് ഇത് ടൈഗർ സ്ട്രൈപ്പ് റോസ്. ഇതൊന്നും ഒരുപാട് എപ്പോഴും കാണുന്നതല്ല, പുതിയ ലോഡ് വരുമ്പോൾ മാത്രം കാണുന്ന പ്ലാന്റ് ആണ്. നിറച്ച് പൂവായിരിക്കും കേട്ടോ, നല്ലപോലെ പൂക്കും. അതേപോലെ തന്നെ കളർ കണ്ടില്ല. ക്രിസ്മസ് ഒക്കെ അല്ലയോ, എന്താ പരിപാടി? നമ്മൾ താണ്ട് നേരെ ആശ്രാമം മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഭാഗത്ത് വന്നതാണ് കേട്ടോ. നമ്മളെ കുമാർ നേഴ്സറിയുടെ ഫ്രണ്ടിൽ നമ്മൾ ക്രിസ്മസ് പ്ലാന്റ്, അതായത് പോയിൻസൈറ്റിയ പ്ലാന്റ് ആണ് അതായിരിക്കുന്നത്. അത് നിറച്ച്, അതായത് ഈ ഒരു സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിറച്ച് ഇറിഞ്ഞിൽ പോലെ പൂവായിരിക്കും. താണ്ട് ഇത് ഇല തന്നെ കളറായി മാറുന്നതാണ്, നല്ല കിഡിലുമായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഡാർക്ക് പിങ്കും റെഡും നമ്മളതിലിപ്പം സ്റ്റോക്കിൽ പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നതാണ്. അതേപോലെ താമര തിരക്കി ഇറക്കുന്നവർക്ക് കുറേ താമര പ്ലാന്റ് താണ്ട് കേട്ടല്ലേ. ഇത് കാറ്റ്സ്ക്ലോ ക്രീപ്പറാണ്. കാറ്റ്സ്ക്ലോ ക്രീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൂടിക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നതാണ്. ഇതാണ് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. നല്ല കിഡിലുമായിട്ട് പൂക്കുന്ന വെറൈറ്റി പ്ലാന്റ് ആണ്. നമ്മളൊരു മതിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫെൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിറച്ച് പൂ പിടിപ്പിച്ചിടാനായിട്ട് ഏറ്റവും നല്ല പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ ക്രീപ്പർ. പൂക്കുന്ന സമയത്ത് ഇല കാണാതെ പൂക്കും. അതേപോലെ തന്നെ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റി വെച്ചോളൂ, ഇത് ഫുള്ള് ഫ്ലവേഴ്സാണ് വരുന്നത്. ഇത് മൊത്തം പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ തൈകൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഇത് നിക്കോഡിയ പ്ലാന്റ്, 1 lakh ഫ്ലവർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നിക്കോഡിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതേപോലെ തന്നെ ഒരുപാട് പേര് റോസ് പ്രേമികളുണ്ട്, അതായത് റോസ് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് തന്നെ റോസാ ചെടികൾ, നല്ല കിടിലം വെറൈറ്റി ചട്ടിയോട് കൂടിയുള്ള റോസാ ചെടികൾ, കവറിലുള്ള റോസാ ചെടികൾ താണ്ടേ. ബ്ലാക്ക് റോസ് കണ്ടിട്ടില്ലാത്തവർ തന്നെ ബ്ലാക്ക് റോസ്, ടൈഗർ സ്ട്രൈപ്പ് എന്നറിയപ്പെടുന്ന റോസാണ് ഇതായി കാണുന്നത്. ടൈഗർ റോസ് എന്നറിയപ്പെടും. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട്. അന്നേരം താണ്ടെ ചട്ടിയോട് കൂടിയിട്ടുള്ള പ്ലാന്റ്, വലിയ ചട്ടിയിലുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ താണ്ടെ നിൽക്കുന്ന താണ്ടെ ഇതെല്ലാം ടൈഗർ സ്ട്രൈപ്പ് എന്നറിയപ്പെടുന്ന റോസാണേ താണ്ടേടാ. അതേപോലെ ഗോൾഡൻ ഡ്രാഗൺ റോസ്, അതേപോലെ തന്നെ താണ്ടെ ഡാർക്ക് പിങ്ക് റോസ്. നമ്മൾ ഇതേപോലുള്ള പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ടിലേ കാണുന്ന പല കളറുകളുണ്ട് അല്ലേ, പണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. താണ്ടെ കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറുണ്ട്, ലൈറ്റ് കളറുണ്ട്. അവർക്ക് ലൈറ്റ് കളർ താണ്ടേ ഇത് കണ്ട പൂവിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി. നമുക്ക് പൂക്കളിൽ ഒരുപാട് നമ്മൾ തൊടാറില്ല, എന്നാലും കാണിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ താണ്ടെ 3 100 ടൈപ്പ് റോസ്. അതേപോലെ തന്നെ താണ്ടെ ബട്ടൺ വെറൈറ്റി റോസ്. താണ്ടെ ഇത് ഒരുപാട് വെട്ടിക്കളിപ്പിക്കുന്ന റോസ്, അതായത് ഓൺ റൂട്ട് വെറൈറ്റി റോസ് എന്നറിയപ്പെടുന്ന റോസാണ്. അന്നേരം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി നമുക്ക് കളിപ്പിക്കാൻ പറ്റും. നാടൻ വെറൈറ്റി പോലെ നടത്തുന്നത്, അത് ബഡ് വെറൈറ്റി അല്ല. അത് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് മിക്കവാറും വരുന്നതാണ്. എപ്പോഴും ഒരുപാട് സ്റ്റോക്ക് കാണത്തില്ല. വരുന്ന സമയത്ത് നല്ല വെറൈറ്റി പ്ലാന്റുകൾ താണ്ട് ഈ കാണുന്ന വെറൈറ്റി റോസുകൾ താണ്ട് ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താജ്മഹൽ റോസ് വേണമെങ്കിൽ താജ്മഹൽ റോസ്. അതേപോലെ തന്നെ പീച്ച് കളറ്. അതേപോലെ തന്നെ ഏതാണ്ട് ഒരു കണ്ടില്ലേ, ഇതൊക്കെ അതേപോലെ നിറച്ച് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂണിങ് കറക്റ്റായിട്ട് ചെയ്യും. ഡൈഅമോണിയം ഫോസ്ഫേറ്റ് വളമായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഇതാണ്ട് ഡാർക്ക് ഗോൾഡൻ ഡ്രാഗൺ വലിയ ഫ്ലവറിൻ്റെത്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന നല്ല ചട്ടിയോട് കൂടിയുള്ള റോസ്. അതിനകത്ത് ഈ അറ്റം മുതൽ അറ്റം വരെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കവറിലുള്ള റോസ്, അതായത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഡ് വെറൈറ്റി റോസാണ് ബഡ് റോസ്. അതേപോലെ തന്നെ വലിയ കവറിലുള്ള റോസ്. അതേപോലെ നമുക്കിതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള റോസുകളാണ്. എല്ലാം വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വിരിഞ്ഞ് മലർന്ന റോസല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോഡുകൾ വന്നുകൊണ്ടേയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും തീർന്നു പോകുന്നതനുസരിച്ച് പുതിയ പുതിയ ലോഡുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ അവക്കാഡോ, വെണ്ണപ്പഴത്തിൻ്റെ തൈ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വെണ്ണപ്പഴം, അതായത് അവക്കാഡോ പ്ലാന്റ്, അത് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാഡോ പ്ലാന്റാണ് ഇതായി കാണുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടിച്ചത്, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാഡോ വെണ്ണപ്പഴം കണ്ടില്ലേ. അതേപോലെ ഇതാണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ട മുസമ്പി. മാൾട്ട മുസമ്പി എന്ന് പറഞ്ഞാൽ ഈ സൈസ് ആവുന്ന മുസമ്പിയാണ്, മാൾട്ട മുസമ്പി എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജബോട്ടിക്കാബ പ്ലാന്റ്, പല വെറൈറ്റി ജബോട്ടിക്കാബ ഉണ്ട്. അന്നേരം ഇതിനകത്ത് തന്നെ പല വെറൈറ്റികൾ കാണാം. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നാരകത്തിൻ്റെ തൈ, ചാമ്പ തൈകൾ, നമുക്ക് വള്ളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുരുമുളക് തൈ, അതേപോലെ തന്നെ നാരക തൈ. ഇതാണ്ടേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ വെറൈറ്റി. ഇതാണ്ടേ മാർക്കറ്റ് ലെമൺ. നമുക്കിതാ ഏകദേശം ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താണ്ടെ കാ പിടിച്ച് തുടങ്ങി. താണ്ടെ ചെറിയ മുട്ട് കിടക്കുന്നതാണ്ടാ, ചെറിയ മുട്ട്. ഇത് ആണ് ഇതേപോലെ നമുക്ക് നാരങ്ങയായിട്ട് വാങ്ങാൻ കിട്ടുന്നത്. താണ്ടായിട്ടില്ല, ഇച്ചിരി മുറ്റണം. നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നമുക്ക് ചട്ടിയിലോ വലിയ ഡ്രമ്മിലോ ഒക്കെ നമുക്ക് താണ്ടെ തൈ ഇരിപ്പുണ്ട്. തൈ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാന്തൈകൾ, കുടംപുളിയുടെ തൈ, അതേപോലെ തന്നെ കണിക്കൊന്ന തൈ, ചെമ്പക തൈ, അതേപോലെ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ പഴത്തിൻ്റെ തൈ, പല വെറൈറ്റി പ്ലാവുകൾ, മാവുകൾ, അബിയു പ്ലാന്റ്, വെണ്ണപ്പഴത്തിൻ്റെ തൈ. അതേപോലെ തന്നെ അതുകൊണ്ട് അടയ്ക്ക മുതൽ മുന്തിരി, പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ചെറികളുണ്ട്. ചെറിയുടെ തൈ, മാർക്കറ്റ് ലെമണിൻ്റെ തൈ, അതേപോലെ തന്നെ റംബുട്ടാൻ തൈ. അതേപോലെ ഇതാണ്ടേ
ആനപ്പുളിഞ്ചി അഥവാ മധുരപ്പുളിഞ്ചി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് താണ്ടെ ഫ്ലവർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മുന്തിരി തൈകൾ, 50 രൂപ നിരക്കിൽ വിൽക്കുന്ന മുന്തിരി തൈയാണ്. വള്ളി വീശി തുടങ്ങിയ മുന്തിരി, നല്ല അടിപൊളി മുന്തിരിയുടെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഒട്ട് ജാതി തൈ, കിലോ പേര തൈ, അതേപോലെ തന്നെ തായ്ലൻഡ് പേര, അതേപോലെ തന്നെ ബുഷ് ഓറഞ്ച്, മിറാക്കിൾ ഫ്രൂട്ട്, അതേപോലെ തന്നെ ഇതും വേറൊരു വെറൈറ്റി നാരങ്ങയാണ്. ഇപ്പോൾ നാരങ്ങയ്ക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 രൂപ വരെ, 5 രൂപ കൊടുത്താലും ചില സമയങ്ങളിൽ നാരങ്ങ കിട്ടാൻ പാടാണ്. ചില സമയങ്ങളിൽ, എപ്പോഴും നല്ല ചില സമയങ്ങളിൽ. അന്നേരം ഇതേപോലെ തന്നെ നമുക്ക് കവറിൽ തന്നെ താണ്ടെ ഫ്ലവറായി നിൽക്കുന്നത് കാണാം. കണ്ടില്ലേ, പൂത്ത് നിൽക്കുവാണേ. അത് നമുക്ക് സെയിലിനുള്ള പ്ലാന്റാണ്. ലെയർ ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ, അതേപോലെ തന്നെ ചാമ്പ, വിവിധ വെറൈറ്റി ചാമ്പകൾ, അതേപോലെ തന്നെ ഇലിമ്പിക്ക തൈ, ശീമനെല്ലി തൈ, അരിനെല്ലി തൈ, സർവ്വസുഗന്ധിയുടെ തൈ, അതേപോലെ തന്നെ അടയ്ക്ക, ചന്ദന തൈ, അതേപോലെ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണേ. പൂത്ത് നിൽക്കുവാണ്. മിറാക്കിൾ ഫ്രൂട്ടാണ്, വലിയ മദർ പ്ലാന്റ്. ഇത് കണ്ടില്ലേ, നിറച്ച് പൂടിക്കുന്ന നിൽക്കുന്ന മിറാക്കിൾ ബെറി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ സാധനം കഴിച്ചിട്ട് പിന്നെ എന്ത് സാധനം കഴിച്ചാലും അതിമധുരമായിട്ട് തോന്നുന്ന ഒരു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മിറാക്കുലിൻ എന്ന് പറയുന്നൊരു കണ്ടൻറ്റുള്ള ഒരു ഫ്രൂട്ടാണ്. അത് കഴിച്ചിട്ട് പിന്നെ എന്ത് സാധനം കഴിച്ചാലും അതിമധുരമായിട്ട് തോന്നും. ഓക്കെ, അന്നേരം അതേ ഉണ്ട്. അതേപോലെ തന്നെ ക്രിസാന്തിമം പ്ലാന്റ്, ജമന്തി പ്ലാന്റ്, അതേപോലെ തന്നെ ഇനിയും സാധനങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹോൾസെയിലുകാരൊക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ പെട്രിയ ക്രീപ്പർ പ്ലാന്റ്, അതേപോലെ കലപ്പാടി മാവ്, തുമ്പർജിയ വേരിഗേറ്റഡ്, ഇലയ്ക്ക് 2 നിറമുള്ള തുമ്പർജിയ, സാൽവിയ ചെടികൾ, അതേപോലെ തന്നെ ജമന്തി ചെടികൾ, ഗ്രൗണ്ട് ഓർക്കിഡ്, അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാണ്, പിന്നെ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ആണ്. ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. നല്ല കിടിലമായിട്ട് നിൽക്കുന്ന പ്ലാന്റ്, വലിയ പ്ലാന്റ്. അതേപോലെ തന്നെ തെറ്റിച്ചെടികൾ, യെസ്റ്റർഡേ ടു ടുമാറോ പ്ലാന്റ്, പിച്ചക തൈകൾ, അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഇലച്ചെടികൾ, വലിയ മാവുകൾ, കോട്ടുകോണം ചെങ്കവരിക്ക മാവ്, അതേപോലെ തന്നെ കലപ്പാടി മാവ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കിടിലും വെറൈറ്റി മാവുകളാണ്. നല്ല കണ്ടില്ലേ, ഏകദേശം ഈ ഒരു പരുവത്തിലുള്ള നല്ല സുന്ദരമായ കലപ്പാടി എന്നറിയപ്പെടുന്ന മാവാണ്. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ്, നമ്മൾ ബഡ് ചെയ്തുണ്ടാക്കുന്ന മാവ്. അതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ, ഇപ്പോൾ ഇത് നമ്മൾ പുറത്ത് വന്നതാണ്, ബഡ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അന്നേരം അതേപോലെയുള്ള മാവുകൾ, വലിയ മാവുകൾ ഏകദേശം ഒരു 8 അടി 9 അടി പൊക്കത്തിൽ നല്ല ഉഷാർ മാവും പ്ലാവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇനി പോരുന്നാൽ മതി. ആശ്രാമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം. ആവശ്യമുള്ള ചെടികൾ വാങ്ങാവുന്നതാണ്. അത് ഡയാന്തസ് ആണ്, ഡയാന്തസ് പ്ലാന്റ് ആണ്. ഡയാന്തസ്, അതേപോലെ തന്നെ ക്രിസാന്തിമം പ്ലാന്റ് ഉണ്ട്, ഡയാന്തസ് പ്ലാന്റ്, അതേപോലെ ആഫ്രിക്കൻ വയലറ്റ് കുറച്ചേ ഇരിപ്പുള്ളൂ. അതേപോലെ തന്നെ പല വെറൈറ്റി ക്രീപ്പർ പ്ലാന്റുകൾ, അതേപോലെ തന്നെ ചെമ്പരത്തി, നല്ല അടിപൊളി വെറൈറ്റി ചെമ്പരത്തികൾ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നത് ഇരിപ്പുണ്ട്. ഇത് പോയിൻസൈറ്റിയുടെ റെഡ് പോയിൻസൈറ്റിയാണ്. നല്ല കിഡിലുമായിട്ട് ഇതേപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന റെഡ് പോയിൻസൈറ്റിയ, പിങ്ക് പോയിൻസൈറ്റിയ, അതേപോലെ ചെമ്പരത്തി, വിവിധ തരത്തിലുള്ള ചെമ്പരത്തികൾ തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാവുന്നതാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഡിസംബർ 9-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അതേപോലെ ആവശ്യമെങ്കിൽ വാങ്ങാവുന്നതാണ്. മാൻഡിവില്ല പ്ലാന്റ് തൈകളുണ്ട്. വലിയ പ്ലാന്റ് അത് മാതൃവൃക്ഷം ആണ്, മാതൃവൃക്ഷമല്ല, വലിയ പ്ലാന്റ് നമുക്കിവിടെ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന പ്ലാന്റാണ്. എന്തൊരു ഭംഗി നോക്കി, ഒരു രക്ഷയില്ല. അതേപോലെ നല്ല അടിപൊളി പ്ലാന്റുകൾക്ക് ആയിട്ട് നേരെ ഇഞ്ഞ് പോകുന്നേരം അടിപൊളി പ്ലാന്റുകൾ ആശ്രാമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ കുമാർ നഴ്സറി കയറി വരാൻ ആവശ്യമുള്ള ചെടികൾ നോക്കിക്കണ്ട് വാങ്ങിയിട്ട് പോവാം. ഓക്കെ.